بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ആദരണീയരായ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ഗൗനിച്ച് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്ത് ക്ഷമിക്കേണ്ട സ്ഥലത്ത് ക്ഷമിച്ച് അക്ഷമരാവാതെ ഒരു നല്ല മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ മുഅ്മിനായി ജീവിക്കാനും മുഅ്മിനായി മരിക്കാനും വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമമുണ്ടാകണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ, ചാനലുകളിലൂടെ, പത്രങ്ങളിലൂടെയൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് സ്ത്രീകൾ എന്ന വിഷയം. സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്ത് അഭിനയിച്ചവരും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെയായ ചില സ്ത്രീകളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടിയാണ് പുതിയ ലോകത്ത് പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. സിനിമയുടെയും സീരിയലിന്റെയും ഒക്കെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കണമെങ്കിൽ അവർ പലർക്കു മുമ്പിലും ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തന്റെ ശരീരത്തെ വകവെച്ചു കൊടുത്തുകൊണ്ട് വഴങ്ങിക്കൊടുക്കേണ്ടതുണ്ട് എന്ന ചില വെളിപ്പെടുത്തലുകൾ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഈ സമയത്തും ഇസ്ലാമിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സിനിമാ ലോകമെന്ന് പറയുന്ന ലോകത്തെക്കുറിച്ച് പറയാനുണ്ട്. സീരിയൽ എന്ന് പറയുന്ന ലോകത്തെക്കുറിച്ച് പറയാനുണ്ട്. അവിടെ സ്ത്രീകൾ പാലിക്കേണ്ട മര്യാദയും സ്ത്രീകൾ പാലിക്കേണ്ട വസ്ത്ര വിധാനങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നപ്പോ ഇസ്ലാം ഒരു സ്ത്രീയുടെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചില വിഷയങ്ങളെ ഗൗരവമായി പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനു താഴെ വന്നുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന കമന്റ്സുകൾ വായിച്ചു നോക്കാൻ പോലും പറ്റാത്ത വിധം വൃത്തികേട് നിറഞ്ഞതാണ്. നാട്ടിലൊരു തിന്മ നടക്കുമ്പോൾ തിന്മയെ എതിർക്കുമ്പോൾ, നാട്ടിലൊരു വൃത്തികേടുണ്ടാകുമ്പോൾ ആ വൃത്തികേടിനെ എതിർക്കുമ്പോൾ, എതിർക്കുന്നവരോട് ചില ആളുകൾ, ആരുടെയും പേരൊന്നും ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയില്ല, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സ്ത്രീകളെ കുറിച്ച് പറയാൻ എന്ത് അധികാരമാണുള്ളത്? നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പ്രയോഗിച്ച വാക്ക് കാമഭ്രാന്തൻ എന്നാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു ആ വാക്ക് ജനങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി കേൾപ്പിക്കുന്നതിൽ അബദ്ധമുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ.
അങ്ങനെയുള്ള ഒരാളുടെ മതത്തിന്റെ ആളുകളാണോ ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ നന്നാക്കാനും അവരോട് സദാചാര മര്യാദകൾ പഠിപ്പിക്കാനും അവരുടെ വേഷവിധാനങ്ങളെ ചർച്ച ചെയ്യാനും നിങ്ങൾക്കെന്ത് അധികാരമാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്തു വരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട്, സമൂഹത്തോട്, അയൽവാസികളോട്, നാടിനോട് എന്ത് ക്രൂരതയാണ് ചെയ്തത്? അവിടെ ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ പ്രവാചകൻ എത്ര ഭാര്യമാരാണ് എന്നതാണ്. കുറെ മുസ്ലിം നാമധാരികൾ അതിന്റെ പിന്നിൽ അത് ശരി തന്നെ, ഇവർക്ക് പറയാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട് എന്നൊക്കെ മുസ്ലിം നാമധാരികളായ ആളുകൾ ശരിവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രതികരണങ്ങളൊക്കെ നടത്തുമ്പോൾ മൗനം പാലിക്കുകയും ഈ അർത്ഥത്തിലുള്ള വൃത്തികേടുകൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ സമൂഹത്തെക്കുറിച്ച് ചില ധാരണകൾ പഠിക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ വാക്ക്, അല്ലെങ്കിൽ ഇനി പറയാനിരിക്കുന്ന ചില പരാമർശങ്ങൾ പറയുന്നത്. ആരെയും തേജോവധം ചെയ്യാനല്ല. മഹാഭാരത പ്രകാരം മഹാഭാരതം വായിച്ചാൽ, വിഷ്ണു പുരാണം വായിച്ചാൽ, ഹരിവംശ പുരാണം വായിച്ചാൽ ഭഗവാൻ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരാണ്. എന്ത് ലോകം ചർച്ചക്കെടുക്കാത്തത്? 11 ഭാര്യമാരുണ്ട് എന്ന് പറയുന്ന പ്രവാചകനെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നഖശിഖാന്തം പല്ലുകൾ കൂർപ്പിച്ച് നഖം ചൂണ്ടിപ്പിടിച്ച് കീറി മുറിക്കാൻ തയ്യാറാകുന്നവർ, ഈ മഹാനായി അറിയപ്പെടുന്ന, അങ്ങനെ പരിചയപ്പെടുത്തുന്ന ശ്രീകൃഷ്ണനെ കുറിച്ച് പരാമർശിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്തേ ആളുകൾ അത് ചർച്ചക്കെടുക്കാത്തത്? ഞാൻ പറഞ്ഞല്ലോ, വിഷ്ണു പുരാണം പ്രകാരമാണ്, മഹാഭാരത പ്രകാരമാണ്. മുസ്ലിങ്ങൾ ഏതെങ്കിലും എഴുതിയുണ്ടാക്കിയ, ഏതെങ്കിലും മതവിശ്വാസികൾ എഴുതിയ പുസ്തകപ്രകാരമല്ല. ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാർ. എന്നിട്ട് ലോകം അതിന്റെ പിറകെ പോകുന്നുണ്ടോ? ലോകം അതിന്റെ പിറകെ പോവാറുണ്ടോ? അതിനുവേണ്ടി സമയം കളയാറുണ്ടോ? ഒരു രാജാവ് കീഴ്പ്പെടുത്തി വെച്ച രാജകുമാരികളായ 16,000 പേരെ അദ്ദേഹത്തിന്റെ തടവെങ്കിലേക്കാവുകയും പിന്നീട് അദ്ദേഹം അവരെ എല്ലാവരെയും വിവാഹം ചെയ്യുകയും എല്ലാവർക്കു വേണ്ടിയും പ്രത്യേക കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്യുന്നത് ഈ പറഞ്ഞ പുരാണങ്ങളിലും പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. ബൈബിളിന്റെ താളുകളിലേക്ക് പോയി നോക്കൂ നിങ്ങള്. ഇന്ന് വായിക്കാൻ കിട്ടുന്ന ബൈബിളിന്റെ താളുകളിലേക്ക് പോയാൽ പഴയ നിയമപ്രകാരം അധിക പ്രവാചകന്മാരും 1-ൽ കൂടുതൽ ഭാര്യമാർ കൂടെയുണ്ടാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവരാണ് എന്ന് പരിചയപ്പെടുത്തുന്നു ആര്? ബൈബിൾ. രണ്ടാമതൊരു വിവാഹം ചെയ്യുന്നത് ഇസ്ലാമിനെ അവഹേളിക്കാനും ഇസ്ലാം ചെയ്യുന്ന ഭീകരമായൊരു തെറ്റായി പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ക്രൈസ്തവ ലോകത്തുള്ളവർ ബൈബിളിന്റെ താളുകളിലൂടെ കടന്നുപോയി തന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച ബൈബിളിന്റെ പേജുകൾ വായിക്കാനെങ്കിലും തയ്യാറാവാറുണ്ടോ എന്ന് സമൂഹത്തോട് ചോദിക്കേണ്ട ഘട്ടമാണിപ്പോ. ബൈബിൾ പ്രകാരം അബ്രഹാം പ്രവാചകൻ എന്ന് പരിചയപ്പെടുത്തുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കൊക്കെ അറിയാം, ഹാജറയും അതുപോലെ തന്നെ സാറയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യമാരായി. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബൈബിളോ? ബൈബിൾ പരിചയപ്പെടുത്തുന്നത് സാറ, ഹാങ്കാർ എന്ന് പറഞ്ഞാൽ ഹാജറയും സാറയും അബ്രഹാം പ്രവാചകന്റെ ഭാര്യമാരാണ്. സാറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാറ എന്ന് പരിചയപ്പെടുത്തുന്ന തന്റെ പത്നി ലോകത്തുനിന്ന് വിട പറഞ്ഞപ്പോ കെത്തൂറ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയെ അബ്രഹാം പ്രവാചകൻ വിവാഹം കഴിച്ചു. ബൈബിൾ പ്രകാരം പോരാ, അവിടെ നിർത്തുന്നില്ല. ഇത് കൂടാതെ അനേകം ഉപഭാര്യമാർ അബ്രഹാം പ്രവാചകനുണ്ടായിരുന്നു എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ സാറ, ഹാങ്കാർ, കെത്തൂറ, ഇതിനു പുറമെ ഉപഭാര്യമാരായി കുറെ ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്നു. ഇതെന്നിട്ട് ലോകത്താരെങ്കിലും ചർച്ചക്കെടുക്കാറുണ്ടോ?
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് ഒരു മോശമായ വാക്കിന്റെ ഒരക്ഷരത്തിന്റെ മൈന്യൂട്ട് പൊട്ട് പോലും പറയാൻ ഒരു മുസ്ലിമും ആഗ്രഹിക്കുന്നില്ല. നന്മയായ കാര്യത്തെ തിന്മയായിട്ടും തിന്മയായ കാര്യത്തെ നന്മയായും ചിത്രീകരിക്കാൻ ഇല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് അവകാശമില്ല. ഇനി പറയപ്പെടുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ സമയം കളയാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ സമയത്തെ നീക്കിവെക്കാനുമില്ല. ഇനി മാത്രമല്ല, ബൈബിളിന്റെ താളുകളുടെ കടന്നുപോയാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 29 അധ്യായത്തിലെ 21 വചനമെടുത്താൽ യാക്കോബ് പ്രവാചകൻ യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് യാക്കോബ് പ്രവാചകന് ലേയ എന്ന ഭാര്യ, എവിടെ? ഉൽപ്പത്തി പുസ്തകത്തിലെ 29 21 അധ്യായം. ലാബാൻ എന്ന ഭാര്യ 29 അധ്യായത്തിലെ 29 വചനം. ബിൽഹ എന്ന ഭാര്യ 30 അധ്യായത്തിലെ 4 വചനം. സിൽവ എന്ന ഭാര്യ 30 അധ്യായത്തിലെ 9 വചനം. ഞാനിത് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കടന്നുപോയാൽ യാക്കോബ് പ്രവാചകന് 4 ഭാര്യമാരെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് എന്റെ ഈ സോഷ്യൽ മീഡിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ മാത്രം തിരിഞ്ഞു നിൽക്കുന്നത്? അതിലേറ്റവും വലിയ ചർച്ചാ വിഷയമായി കൊണ്ടുവരുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹമാണ്. ചെറിയ പ്രായമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കിട്ടുമോ എന്ന് സസൂക്ഷ്മം പരിശോധിച്ച മുശ്രിക്കുകളായ ആളുകൾ പ്രവാചകനെ പല വിധത്തിലും കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പ്രവാചകന്റെ കല്യാണത്തെക്കുറിച്ച് അവർ കുറ്റം പറഞ്ഞോ? ഇല്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന മഹദിയെ അള്ളാഹുവിന്റെ പ്രവാചകൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 തവണ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് കല്യാണ അന്വേഷണം വന്നിരുന്നു. ബാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആയിഷ ബീബിയും ആ കല്യാണത്തിന് റെഡിയല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കുന്ന അതേ പ്രായത്തിൽ നബി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് കല്യാണം വന്നുകൊണ്ടേയിരിക്കുന്നു. ആ പ്രായം അന്നത്തെ കാലത്ത് ചർച്ചാ വിഷയമേ അല്ല. ഒന്നും വേണ്ട, നമ്മുടെ വല്യമാന്റെ കല്യാണ പ്രായം എടുത്തു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം 1400 വർഷം മുമ്പാ. നമ്മുടെ നാട്ടിലെ ഈ സദസ്സിലെ ഈ പള്ളിയിലെ അള്ളാഹുവിന്റെ വീട്ടിൽ ഒരു 70 വയസ്സുള്ള ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹപ്രായവും നിങ്ങളുടെ ഇണയായി വന്ന ഭാര്യയുടെ പ്രായവും ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. അപ്പൊ പിന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ലോകത്താരും ചർച്ചക്കെടുത്തില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ആരും അത് പറഞ്ഞ് പരിഹസിച്ചില്ല. അബൂജഹൽ പറഞ്ഞോ? അബൂലഹബ് പറഞ്ഞോ? എന്തൊക്കെ പറയാൻ ശ്രമിച്ചു? നബിയുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ചയെ ആ ലോകത്തുണ്ടായില്ല. എന്താ കാരണം? അത് അന്നത്തെ ലോകത്തൊരു അത്ഭുതമല്ല, അന്നത്തെ ലോകത്തൊരു അത്ഭുതമല്ല. എന്നിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹപ്രായം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. വേറെ ഒന്നും ആ പ്രവാചകനായ ഗുരുവര്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ തങ്ങളാകുന്ന നബിയെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല എന്ന് വന്നപ്പോ എന്തെങ്കിലും തുരുമ്പ് ചീട്ടുകൾ കിട്ടുമോ എന്ന പരിശോധനയിലാണ് സോഷ്യൽ മീഡിയയും ചില മനുഷ്യരും. അപ്പൊ ഞാൻ പറഞ്ഞത് യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്. ഇനി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പരിചയപ്പെടുത്തുന്ന ദാവീദ് പ്രവാചകനെ കുറിച്ച് ബൈബിളിന്റെ പേജുകൾ പറയുന്നത് എന്താ? മീക്കൽ എന്ന് പറയുന്ന ഭാര്യ, അഭിനോവം എന്ന് പറയുന്ന ഭാര്യ, അബിഗായാൽ എന്ന് പറയുന്ന ഭാര്യ, മാക്ക എന്ന് പറയുന്ന ഭാര്യ, ഹംഗ്ലീത്തി എന്ന് പറയുന്ന ഭാര്യ, അബിത്താൽ എന്ന് പറയുന്ന ഭാര്യ, എംഗ്ലോയ് എന്ന് പറയുന്ന ഭാര്യ. ഇതൊക്കെ ഏത് പ്രവാചകന്റെ ഭാര്യമാരാണ്? ബൈബിൾ അനുസരിച്ച് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ. 1, 2, 3, 4, 5, 6 അങ്ങനെ എണ്ണം പോവുക. ധാരാളം ഭാര്യമാരായിരുന്നു. ആർക്ക്? ദാവീദ് പ്രവാചകന് ബൈബിൾ അനുസരിച്ച്. അറിയോ? അപ്പൊ പരിശോധിക്കാനായിട്ട് പറയുന്നത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോനാര? സോളമൻ എന്നാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈബിൾ പ്രകാരം പുത്രനായ സോളമൻ എത്ര ഭാര്യ എന്നറിയോ? 700 ഭാര്യമാരാണ്. എങ്ങനെ? ബൈബിൾ പ്രകാരം സോളമൻ എന്ന് പറയുന്ന
ദാവൂദ് പ്രവാചകന്റെ മകനാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സോളമൻ എന്ന് പറയുന്ന രാജാവിന് 700 ഭാര്യമാരും 300 ഉപഭാര്യമാരും 700 ഭാര്യമാരും 300 ഉപഭാര്യമാരും ഉണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങാടിയിൽ ചർച്ച കേട്ടോ ഇതിനെക്കുറിച്ച്? കേട്ടോ? ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇതെടുത്തിട്ട് വാർത്തയാക്കിയോ? ഇത് ചർച്ചക്ക് കൊണ്ടുവന്നോ? നിങ്ങളെ ബൈബിൾ പ്രകാരം ഇങ്ങനെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിന് പ്ലാറ്റ്ഫോമിൽ സമയം ചെലവഴിച്ചോ? ഞാനിതെന്തിനാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? ഇപ്പൊ ഇവിടെ നടക്കുന്ന വിവാദം എന്താ? സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും അല്ലാത്ത രംഗത്തുമൊക്കെ സ്ത്രീകൾ ചില പീഡനങ്ങൾ അനുഭവിക്കുന്നു. പുറത്തു പറയാൻ മടിക്കുന്ന പല രംഗങ്ങളും ഉള്ളിലൂടെ ഇരുട്ടിന്റെ മറവിലൂടെ കടന്നു പോകുന്നു. അല്ലേ? ഇത് മുസ്ലിങ്ങൾ മാത്രം എതിർക്കേണ്ട ഒന്നാണോ? ഇത് മുസ്ലിങ്ങൾ മാത്രം എതിർക്കേണ്ട ഒന്നാണോ? നമ്മുടെ നാട്ടിലെ ഒരു സിനിമാ സംവിധായകൻ പറഞ്ഞെന്താണെന്നറിയോ? കേരളക്കരയിലെ മലയാളിയായ ഒരു സിനിമാ സംവിധായകൻ പറഞ്ഞത്, എന്റെ ഒരു സിനിമ പുറത്തിറങ്ങി, ആ സിനിമ കണ്ടിട്ട് 10 വിവാഹമോചനം നടന്നാൽ 10 ത്വലാക്ക് എന്റെ സിനിമ കണ്ടിട്ട് ഒരു ടാക്കീസിൽ കുറെ ആളുകൾ വന്നു, 100 കണക്കിന് മനുഷ്യർ വന്നു. എന്നിട്ട് ആ സിനിമ കണ്ടുപോകുമ്പോ 10 കുടുംബങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് 10 ത്വലാക്ക് 10 വിവാഹമോചനം നടന്നാൽ എന്റെ സിനിമ വിജയിച്ചു, ഞാൻ ഹാപ്പിയാണ് എന്നാണ് മലയാളിയായ ഒരു സംവിധായകൻ പറയുന്നത്. അത് വീഡിയോ കിട്ടും, വെറുതെ പറയില്ല. ഇതിനെ എതിർക്കാൻ ഇവിടുത്തെ ക്രൈസ്തവർക്ക് കുടുംബമായി ജീവിക്കാൻ ആഗ്രഹമില്ലേ? ഇവിടുത്തെ ഹൈന്ദവർക്ക് കുടുംബമായി ജീവിക്കാൻ ആഗ്രഹമില്ലേ? ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കുടുംബമായി ജീവിക്കാൻ ആഗ്രഹമില്ലേ? ഇതിനെ എതിർക്കാൻ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമായി പോകുന്നത് എന്തുകൊണ്ടാണ്? എന്റെ സിനിമ കണ്ടിട്ട്, ഒരു സിനിമ കണ്ടിട്ട് 10 ആളുകളെങ്കിലും 10 കുടുംബമെങ്കിലും ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞ് വിവാഹമോചനം നടന്നാൽ എന്റെ സിനിമ വിജയിച്ചു, ഞാൻ ഹാപ്പിയാണ് എന്ന് സംവിധായകൻ പറയുന്നു. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് സോഷ്യൽ മീഡിയ അതൊന്നും കേട്ടിട്ടേയില്ല, അതൊന്നും അറിഞ്ഞിട്ടേയില്ല. ഈ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാം സ്ത്രീക്ക് കൊടുക്കുന്ന ചില കാഴ്ചപ്പാടുകളും മഹത്വവും അവരുടെ സുരക്ഷിതത്വവും അവരുടെ സംരക്ഷണവും ഉറപ്പുവരുത്താൻ ഇസ്ലാം നൽകുന്ന ചില സ്റ്റെപ്പുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമല്ലാതെ ലോകത്ത് പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിൽ സംസാരിച്ച വേറൊരു വേദഗ്രന്ഥം ലോകത്തില്ല. ഇല്ലാന്ന് ഞാൻ വെറുതെ പറയല്ല. ബഹുഭാരിത്വത്തെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞെന്താ? ബഹുഭാരിത്വത്തെക്കുറിച്ച് ഇസ്ലാമിലെ വേദഗ്രന്ഥം ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കു വേണ്ടി ലോകാവസാനം വരെ നിലനിൽക്കുന്ന വേദഗ്രന്ഥമാകുന്ന അള്ളാഹുവിന്റെ ഖുർആൻ, കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിത്തത്തി ജിബ്രീൽ എന്ന് പറയുന്ന ഈ വേദഗ്രന്ഥം സൂറത്ത് നിസായിലെ 1-ാമത്തെ ആയത്തിലൂടെ അവിടുന്ന് തുടർന്നുള്ള വചനങ്ങളിലൂടെ അല്ലാഹു തആല പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. എന്താണ് ആ വാചകങ്ങള്? ഒരു മനുഷ്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും ഗൗനിക്കുകയും ചെയ്യേണ്ട ഒരു സ്ത്രീയെ എത്രത്തോളമാണ് ഇസ്ലാം പരിഗണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, എത്രത്തോളമാണ് ഒരു സ്ത്രീയെ പരിഗണിക്കുന്നത് എന്നറിയാൻ സൂറത്ത് നിസായിലെ ആയത്തുകളിലൂടെ ഒന്ന് കടന്നുപോയാൽ നമുക്കൊക്കെ മനസ്സിലാകും. ബഹുഭാര്യത്തെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്, ഒരു തർക്കമില്ല, അതിലാർക്കും എതിരഭിപ്രായമില്ല. ഇസ്ലാം അത് അംഗീകരിച്ച കാര്യമാണ്, ഇസ്ലാം അത് പറഞ്ഞ കാര്യമാണ്. അപ്പൊ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളെ സ്ത്രീകളെ പരിഗണിച്ചത്, അവർ ഇണയായി തന്നത് എല്ലാം പറഞ്ഞിട്ടല്ല 3-ാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോ പറയാ, വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ, അനാഥകളായ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ നീതി പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ന് പറയാൻ കാരണം എന്താ? അറബികൾക്കിടയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പാപ്പ മരിച്ചുപോയ പെൺകുട്ടികളെ കെട്ടിക്കാനായ പ്രായമായ പെൺകുട്ടികളുണ്ട്. ആ കുട്ടികളെ പോയി കല്യാണം കഴിച്ച് ഉത്തരവാദിത്തം അതിനെക്കുറിച്ച് ചോദിക്കാൻ വാപ്പല്ല. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് 1-2 പെൺകുട്ടികളൊക്കെ ഇങ്ങനെ അനാഥ മക്കളെ തെരഞ്ഞെടുത്ത് കെട്ടിയിട്ട് അവരെ നോക്കാതെ, അവരെ പരിഗണിക്കാതെ, നീതി പാലിക്കാതെ നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു, നീതി പാലിക്കാൻ കഴിയില്ല എന്ന പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ ഫിൽ യതാമ,
യതീമായ ആളുകളുടെ കൂട്ടത്തിലെ കുട്ടികളെ കല്യാണം കഴിച്ച് നീതി പാലിക്കാൻ കഴിയില്ല എന്ന ഒരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ യതീമുകളല്ലാത്ത കുടുംബത്തിൽ നിന്ന് നിങ്ങൾ കല്യാണം കഴിക്കുക. മസ്ന, 2 വിവാഹം നിങ്ങൾക്ക് കഴിക്കാം. വസുലാസ, 3 വിവാഹം നിങ്ങൾക്ക് കഴിക്കാം. വറുബാ, 4 വിവാഹം നിങ്ങൾക്ക് കഴിക്കാം. എന്നിട്ടോ ഖുർആൻ പറയാ ഫഇൻ ഖിഫ്തും, നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ. എന്തിന്? അല്ലാ തഅദിലു, നീതി പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ഫവാഹിദ, ഒരൊറ്റ പെണ്ണേ നിങ്ങൾക്ക് പാടുള്ളൂ, ഒരു ഭാര്യയെ നിങ്ങൾക്ക് പാടുള്ളൂ. ഇങ്ങനെ പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം അള്ളാഹുവിന്റെ ഖുർആൻ മാത്രമാണ്. നിങ്ങൾ പരിശോധിച്ചോ, ഏത് വേദപുസ്തകങ്ങളും എടുത്തോ, നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കല്യാണമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം അത് അള്ളാഹുവിന്റെ ഖുർആൻ മാത്ര. അള്ളാന്റെ ഖുർആൻ മാത്രം, വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. പരിശോധിച്ചോളൂ, അന്വേഷിച്ചോളൂ. ഇവിടെ പറഞ്ഞു, നിങ്ങൾ യതീമായ ചോദിക്കാനും പറയാനും ആളില്ല എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയെ കെട്ടിയിട്ട് നീതി പാലിക്കാൻ കഴിയില്ല എന്നൊരു പേടിയുണ്ടെങ്കിൽ ആ റൂട്ടിൽ നിങ്ങൾ പോവരുത്. സാധാരണ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് 2, 3, 4 പെൺകുട്ടികളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. എന്നിട്ട് അവിടെ വെച്ച് നിർത്തിയോ? ഇല്ല. ഭയമുണ്ടോ? നീതി പാലിക്കാൻ കഴിയില്ല എന്ന പേടിയുണ്ടോ? ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, ഒരൊറ്റ കല്യാണമേ കഴിക്കാൻ പാടുള്ളൂ. ഇത് പറഞ്ഞ ഒരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഖുർആൻ മാത്രമാണെന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം ഉണർത്തിയത്. അള്ളാന്റെ ഗ്രന്ഥം മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്ന്. ലോകത്ത് വേറെ ഗ്രന്ഥം ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇത് പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 3-ാമത്തെ ആയത്താണ്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന മതം സ്ത്രീകളെ പരിഗണിക്കുക ചെയ്തത്, അവരെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അവർ നിങ്ങളുടെ ഒരു ഭാഗമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. നിക്കാഹിന്റെ ഖുതുബയിലൊക്കെ കേൾക്കുന്നുണ്ടാവും, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങളാകുന്ന വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു ഇണയെ. എന്താ അങ്ങനെ പറഞ്ഞ ഖുർആൻ? 4-ാം നൂറ്റാണ്ടിൽ, 5-ാം നൂറ്റാണ്ടിൽ, 6-ാം നൂറ്റാണ്ടിലൊക്കെ സ്ത്രീക്ക് ആത്മാവുണ്ടോ? സ്ത്രീ ഒരു മനുഷ്യനാണോ എന്ന ചർച്ച വരെ ലോകത്ത് നടന്നിട്ടുണ്ട്. സ്ത്രീ തന്റെ ലൈംഗിക ആവശ്യങ്ങൾക്കുള്ള ഒരു ഉപകരണം മാത്രമായി കാണുന്ന ലോകത്തോട്, മനുഷ്യരെ, നിങ്ങളാകുന്ന വർഗത്തിൽപ്പെട്ടവരാണ് പുരുഷനും സ്ത്രീയും, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇണയെ സംവിധാനിച്ചു തന്നു എന്നത് ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവുകൊണ്ട് ലോകത്തിന്റെ മുമ്പാകെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ ആ സ്ത്രീയുടെ സൗന്ദര്യത്തെ, അംഗലാവണ്യങ്ങളെ സ്ക്രീനിൽ കൊണ്ടുവന്ന്, മിനി സ്ക്രീനിൽ കൊണ്ടുവന്ന്, അല്ല ബിഗ് സ്ക്രീനിൽ കൊണ്ടുവന്ന് ആ അംഗലാവണ്യങ്ങളെ പ്രദർശിപ്പിച്ച് ക്യാഷ് ഉണ്ടാക്കാനുള്ളതല്ല. പരസ്യ കമ്പനിക്ക് വേണ്ടത് പെണ്ണിനെയാണ്. സിനിമാ ലോകത്ത് ഒരു സ്ത്രീ ഇല്ലാതെ ഒരു സിനിമ ഉണ്ടാവോ? നഗ്നതകൾ പ്രദർശിപ്പിക്കാത്ത സിനിമ വിജയിക്കുമോ? എന്നിട്ട് സിനിമാ ലോകത്ത് നിന്ന് ആളുകൾ പറയാണ്, പലതിനും ഞങ്ങൾ കീഴ്പ്പെടേണ്ടി വരികയാണ്, പലതിനും ഞങ്ങൾ വശംവദരായി നിന്നുകൊടുക്കേണ്ടി വരികയാണ്, പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോ ഇവിടെ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഋജുവായ മതം പ്രതികരിക്കും. ഒരു സ്ത്രീയോട് സ്ത്രീക്ക് കടന്നു പോകാൻ പറ്റുന്ന ലിമിറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ വരെ പോകാൻ പാടുള്ളൂ. ആ സ്ത്രീക്കൊരു മഹത്വമുണ്ട്. ആ സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട്, വൈജ്ഞാനിക രംഗത്ത് കുതിക്കേണ്ടതുണ്ട്, ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയുടെ മാന്യമായ വേഷവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. ഈ ദുനിയാവ് തന്നെ ഒരു വിഭവമാണ്, ചരക്കാണ് എന്നുള്ള അള്ളാന്റെ റസൂല് പറഞ്ഞു. ഇങ്ങനെ കാണാം ഹദീസിൽ, അദ്ദുനിയ മതാഉൻ, ഈ ദുനിയാവ് തന്നെ വിഭവമാണ്, ചരക്കാണ്. വഖൈറു മതാഇ ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ മതാഅ് അൽ മർഅതു സാലിഹ, നല്ല സാലിഹത്തായ ഒരു സ്ത്രീയാണ്. നല്ല വീടുണ്ട്, നല്ല കൊട്ടാരം പോലെയുള്ള ഭവനമുണ്ട്,
ഏക്കറക്കണക്കിന് ഭൂമിയുണ്ട്, വരുമാനമുണ്ട്, ഇഷ്ടം പോലെ ബിസിനസ് ഉണ്ട്, ലാഭമുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ വീട്ടിൽ ഒരു സ്വാലിഹത്തായ പെണ്ണല്ല നിങ്ങളുടെ ഇണയെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളും നിങ്ങളുടെ കൊട്ടാരക്കണക്കെയുള്ള വീടും നിങ്ങൾക്കുണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പ്രയോഗിച്ചത് ലിതസ്കുനു ഇലൈഹാ. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടാനാണ് വിവാഹം. ഇസ്ലാം പ്രയോഗിച്ച ഓരോ വാക്കും ആപ്റ്റാണ്, കൃത്യമാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം കിട്ടാനുള്ള നിങ്ങളുടെ ഇടമാണ് നിങ്ങളുടെ ഭാര്യമാർ. കച്ചവടത്തിലേക്ക് പോയി, ബിസിനസ്സിലേക്ക് പോയി, ഷോപ്പിലേക്ക് പോയി, കൂലിപ്പണിക്ക് പോയി, ഒരാഴ്ചക്ക് ജോലിക്ക് പോയി, ഒരു മാസത്തെ ജോലിക്ക് പോയി, തിരിച്ചു വരുമ്പോ ഉമ്മറപ്പടിയിൽ പുഞ്ചിരി തൂകുന്ന മുഖവുമായി നിങ്ങളെ സ്നേഹത്തോടെ സാന്ത്വനത്തോടുകൂടി കാത്തിരിക്കാനും നിങ്ങളെ ചേർത്ത് പിടിക്കാനും തയ്യാറായി നിൽക്കുന്ന, വിഷമങ്ങളെ തുടച്ചു നീക്കി, നിങ്ങളുടെ കണ്ണീരുകളെ തുടച്ചു നീക്കി, അസമാധാനത്തിൽ കടന്നു വരുന്ന ഭർത്താവിന്റെ നെഞ്ചിടത്തിലും തലയിലും തടവിക്കൊടുത്ത് സമാധാനത്തിന്റെ വാക്കുകൾ പറയാൻ, സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ പറയാൻ, സമാധാനത്തിന്റെ തലോടലുകൾ കൊടുക്കാൻ ലിതസ്കുനു ഇലൈഹാ, നിങ്ങളിലേക്ക് സമാധാനം തരേണ്ട ആളുകളാണവർ എന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥം പറയാണ്. ഇങ്ങനെ മഹത്വവൽക്കരിച്ച് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. ദുനിയാവ് തന്നെ വിഭവമാണെങ്കിൽ ആ വിഭവങ്ങളിൽ ഏറ്റവും സുന്ദരമായ വിഭവം അത് സ്വാലിഹത്തായ സ്ത്രീയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണേ. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങൾ ഒരൊറ്റ നഫ്സിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. وخلق منها زوجها وبث منهما رجالا كثيرا ونساء, ധാരാളം പുരുഷന്മാരെ, ധാരാളം സ്ത്രീകളിൽ അങ്ങനെ നിങ്ങളുടെ ഇണകളിലൂടെ ഉണ്ടാക്കിയതാ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കുക, ഒരൊറ്റ ഒന്നിൽ നിന്ന് വന്നവരാണ് നമ്മൾ. നമ്മുടെ ഉപ്പ ആദമാണ് അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മുടെ ഉമ്മ ഹവ്വാ ബീവിയാണ്. ഇതിൽ നിന്ന് വന്നവരാണ് ഇവിടുത്തെ ക്രൈസ്തവർ, ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ ഹൈന്ദവർ, ഇവിടെ മതമില്ലെന്ന് പറയുന്നവർ. പടച്ചവന്റെ വെള്ളം കുടിച്ച്, അവൻ തന്ന ഓക്സിജൻ ശ്വസിച്ച്, അവൻ തന്ന അനുഗ്രഹങ്ങൾ മതിവരുവോളം ആസ്വദിച്ച് ലോകത്തിന്റെ റബ്ബിനെ കുറിച്ച് കുറ്റം പറയുന്നവർ, ആക്ഷേപിക്കുന്നവർ, ദൈവമേ ഇല്ല എന്ന് പറയുന്നവർ, നിരീശ്വരത്വത്തിന്റെ മായാലോകത്ത് ജീവിക്കുന്നവർ, ആ റബ്ബ് പറയാ ഒരൊറ്റ മനുഷ്യരിൽ നിന്ന് കൊണ്ടുവന്നതാണ് നിങ്ങളെ. അത് മനസ്സിലാക്കാൻ മനുഷ്യലോകത്തിന് കഴിയണമെന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിക്കൊണ്ട് പറയുന്നത്. അപ്പോ സ്ത്രീകൾക്ക് അല്ലാഹു തആല, അല്ലാഹുവിന്റെ മതം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നായിട്ടുള്ള പരിഗണനയാണ് നൽകിയത്. നീ സ്വത്തവകാശം എടുത്തോക്ക്, പലരും ഇസ്ലാമിനെ കുറ്റം പറയും. പുരുഷന് 10 സെന്റ് കിട്ടുമ്പോ സ്ത്രീക്ക് 5 സെന്റേ കിട്ടുള്ളൂ. പുരുഷന് 1 ഏക്കർ കിട്ടുമ്പോ ബാപ്പാന്റെ സ്വത്ത്, അനന്തര സ്വത്ത് 50 സെന്റേ കിട്ടുള്ളൂ. അനീതിയല്ലേ? എന്നാൽ ഈ 50% പരിഗണിച്ചു കൊടുക്കുന്ന വേറെ ഏത് മത പ്രമാണത്തിലുള്ളത്? അത് പഠിക്കണ്ടേ? പുരുഷന് 10 സെന്റ് കൊടുക്കുമ്പോ 5 സെന്റ് പെണ്ണിനുള്ളതാണ്, നിർബന്ധമായി കൊടുക്കേണ്ടതാണെന്ന് പഠിപ്പിക്കുന്ന വേറെ ഏത് പ്രത്യയശാസ്ത്രങ്ങളാ ലോകത്തുള്ളത്? അവര് തീരുമാനിക്കുന്ന നിയമല്ലാതെ ഇത് പ്രമാണാണ്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാം, കോടതിയിൽ പോകാം. ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ കൊടുക്കാതിരുന്നാൽ കടുത്ത ശിക്ഷയും നടപടികളും ഉണ്ടാകുന്ന വിധിയായി നടപ്പിലാക്കാൻ പറ്റുന്ന ഇസ്ലാമിന്റെ നസ്സാണ്. ഭർത്താവ് ഒരുപക്ഷെ മരണപ്പെട്ടു, ഭർത്താവും അവളും തമ്മിൽ ഒരുമിച്ച് പോകാതെ അവൾ ഭർത്താവുമായി പിരിഞ്ഞു. തിരിച്ചു വരാനുള്ളത് വാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത തന്റെ 2 സഹോദരങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്കാണ്. അവക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്, അവളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അവരെ ഒരു ബാപ്പക്ക് തുല്യനായി നിന്നുകൊണ്ട് നോക്കേണ്ടവനാണ് അവളുടെ സഹോദരൻ. ഇങ്ങനെ ഒരു പദവി ലോകത്ത് വേറെ ഏത് പ്രത്യയശാസ്ത്രങ്ങളാണ് നൽകിയത്? ഉമ്മ എന്ന് പറയുന്ന സ്ത്രീയെ ഇസ്ലാം പരിഗണിക്കാൻ പറഞ്ഞതുപോലെ പരിഗണിക്കുന്ന വേറെ ഏത് പ്രത്യയശാസ്ത്രങ്ങളാണുള്ളത്? കേരളത്തിൽ എത്ര സ്ഥലത്ത് വൃദ്ധസദനങ്ങളുണ്ട്? അതിൽ എത്ര ശതമാനം മുസ്ലിം പേരിട്ട ആളുകൾ ഉണ്ടാകും? അപൂർവത്തിൽ അപൂർവമാണ്. എന്തുകൊണ്ടാണത്? മദ്രസ മുതൽ പഠിപ്പിക്കുകയാണ്. ഉമ്മക്കുള്ള സ്ഥാനം പഠിപ്പിക്കുക, മാതാപിതാക്കൾക്കുള്ള സ്ഥാനം പഠിപ്പിക്കുകയാണ്.
പ്രത്യേകിച്ച് ഉമ്മ എന്ന് പറയുന്ന പദവി അത് അലങ്കൃതമായ ഒരു പദവിയാണ്, മനോഹരമായ ഒരു പദവിയാണ്. ആർക്കും മുറിച്ചു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഈ വയറിന്റെ അടിഭാഗത്ത് കാണുന്ന പൊക്കിൾ കുടി എന്ന് പറയുന്നത്, അല്ലേ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് 9 മാസക്കാലം ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കിടന്നപ്പോ ഉമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ വിറ്റാമിനുകൾ നമ്മളിലേക്ക് തരാൻ കേബിൾ വയറിട്ട്, ഉമ്മയുടെ വയറും നമ്മുടെ വയറും തമ്മിൽ ബന്ധിപ്പിച്ച കേബിൾ വയറിട്ട് ബന്ധിപ്പിച്ചതിന്റെ മുദ്രയാണത്. മുറിച്ചു മാറ്റാൻ ആർക്കും കഴിയില്ല. പ്രസവിച്ചു വരുമ്പോൾ അതിന്റെ ഒരു അടയാളയുടെ ബാക്കിന്റെ മുറിച്ചിട്ടാ കൊണ്ടുവരിക. പിന്നെ പൊക്കിൽ കൊടിയുടെ ബാക്കി ഇങ്ങനെ മെല്ലാണ് ഉണങ്ങിപ്പോവല. ഇത് റബ്ബ് ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിറ്റാമിൻ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിക്ക് കൊടുക്കാൻ പടച്ചവനിട്ട കേബിൾ വയറിട്ട സ്ഥലാണത്. അത് നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ കഴിയില്ല എന്നാ ശാസ്ത്രം പറയണത്. അത് മുറിച്ചു മാറ്റാൻ കഴിയില്ല. അതിന്റെ അടയാളങ്ങൾ ഉള്ളിലേക്ക് പതിഞ്ഞു കിടക്കുക. ഈ ഒരു ഉമ്മക്ക് മനോഹരമായ സ്ഥാനം നൽകാനാണ് അള്ളാഹുവിന്റെ മതം പറഞ്ഞിട്ടില്ലേ? ആരാധനാ സ്വാതന്ത്ര്യം സ്ത്രീക്ക് വകവെച്ചു കൊടുത്തു. പള്ളിയിലേക്ക് വരാം, ഇസ്ലാമിന്റെ മര്യാദ പാലിച്ച് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാം. തടയുന്നവരുണ്ട്, അവർ ദീനിനെ പഠിക്കാത്തവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടില്ല. 1, 2, 10, 50, 80, 100 കണക്കിന് ഹദീസുകളാണ് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാമെന്നതിന്. ഞാൻ അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അള്ളാഹുവിന്റെ അടിയാത്തുകളെ തൊട്ട്, പള്ളിയെ തൊട്ട് അള്ളാഹുവിന്റെ അടിയാത്തുകളെ തടയരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കാണ്. തടയാൻ പാടില്ല. ഫിത്നകളുടെ ലോകം വന്നാൽ അവർ വീട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ടവരാണ്. അപ്പൊ പള്ളിക്ക് മാത്രമല്ല, എവിടേക്കും പോവാതെ അവർ വീട്ടിൽ ഒതുങ്ങി നിൽക്കണം. അങ്ങനെ ഒരു പരീക്ഷണഘട്ടം വന്നാൽ പരീക്ഷയിൽ പോണില്ലേ, കാറിൽ പോണില്ലേ, ബസ്സിൽ പോണില്ലേ, പഠിക്കാൻ പോണില്ലേ, ട്യൂഷൻ സെന്ററിലേക്ക് അയക്കുന്നില്ലേ, കോളേജിലേക്ക് പോകുന്നില്ലേ, ഹോസ്റ്റലിൽ നിൽക്കുന്നില്ലേ, ഉണ്ട്. സിനിമക്കും ഗാനമേളക്കും വരെ പോകാൻ പാടില്ലെങ്കിലും പോകുന്നുണ്ട്. പള്ളിക്ക് മാത്രം ഭർത്താവിന്റെ കൂടെ, ഉമ്മാന്റെ കൂടെ, വാപ്പാന്റെ കൂടെ, സഹോദരന്റെ കൂടെ വന്നാൽ അവിടെ മാത്രം ഫിത്ന. ലോകത്തെവിടെ ഇല്ലാത്തൊരു ഫിത്ന പള്ളിയിൽ മാത്രം. റോഡിൽ നടക്കുന്ന റാലി കാണാന് വീട്ടിലിട്ട മാക്സി ഇട്ട് ആ തട്ടിട്ടിട്ട് റോഡ് സൈഡിൽ വന്ന് നിൽക്കും. അതിനൊന്നും ആരും തടുക്കാനില്ല, ആരും പറയാനില്ല. ഭർത്താവിന്റെ കൂടെ, സഹോദരന്റെ കൂടെ, ബാപ്പാന്റെ കൂടെ പള്ളിക്ക് സ്വന്തം ബൈക്കിൽ, കാറിൽ അവരുടെ കയ്യും പിടിച്ച് നടന്നു വന്ന ഫിത്ന. അത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. 100-ലധികം ഹദീസുകളാണ് സ്ത്രീക്ക് പള്ളിയിൽ വരാമെന്നതിന്റെ തെളിവ്. 1ഉം 2ഉമല്ല. അപ്പൊ ആരാധനാ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നൽകി. അവർക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ വരാം, ഈദ്ഗാഹിലേക്ക് വരാം, പെരുന്നാൾ നമസ്കാരങ്ങളാകുന്ന സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി അവർ വരാം. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഹജ്ജ് എന്ന കർമ്മം, മഹത്വപൂർണമായ കർമ്മത്തിന് വേണ്ടി അവർക്ക് മെഹ്റമിന്റെ കൂടെ യാത്ര ചെയ്ത് സൗദി അറേബ്യയിലെ മക്കത്ത് പോകാം, ഉംറ കർമ്മത്തിന് വേണ്ടി പോകാം. യാതൊരു പ്രശ്നമില്ല. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചു തന്നതാണ്. പക്ഷെ അവിടെ പാലിക്കേണ്ട മര്യാദ എന്താണ്? ലാ യഖ്ലൗന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ മഅ ദി മഹ്റം. മെഹ്റമിനോട് കൂടിയല്ലാതെ ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന യാത്ര തന്റെ മെഹ്റം കൂടെ ഇല്ലാതെ നടത്താൻ പാടില്ല. ഇവിടുന്നൊക്കെ ഉംറക്കൊക്കെ പലരും പോകുന്നുണ്ട്, ആരുമില്ല. ഭർത്താവുണ്ടോ? കൂടല്ല. വാപ്പുണ്ടോ? ഇല്ല. ആങ്ങളുണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ പാടില്ലാത്ത ഒരാൾ കൂടെണ്ടോ? ഇല്ല. എന്നിട്ട് പറഞ്ഞേക്കാണ് ഉംറക്ക്. പാടില്ല ഇസ്ലാമില്. എത്ര ആള് പോകുന്നുണ്ട്? അതൊന്നും ഇവിടെ ചോദ്യമല്ല. എത്ര ആള് പോകുന്നുണ്ട്? അതൊന്നും ഇവിടെ ചോദ്യമല്ല. വളരെ ഗൗരവമായി, പ്രത്യേകിച്ച് യുവതികള്, എത്ര കേസുകളാണ്. ഭർത്താക്കന്മാർ വേറെ നാട്ടിലാ, കുവൈറ്റിലാണ്, ബഹ്റൈനിലാണ്, ഖത്തറിലാണ്, UAE-യിലാണ്. എന്നിട്ട് പണം അയച്ചു കൊടുത്ത് ഇന്ന ഗ്രൂപ്പിൽ പോയിക്കോ എന്ന് പറയും. പലരുമായി പല വിധത്തിലുള്ള പരിചയങ്ങളും അതുപോലെ തന്നെ സമ്പർക്കങ്ങളും ഉണ്ടാകുന്നു. അള്ളാഹ് പറഞ്ഞ നിയമത്തെ ലംഘിച്ചാൽ അപകടമാണ്. ഒരാളുടെ ഭാര്യയെ അനിയന്റെ കൂടെ പറഞ്ഞേക്കാൻ പറ്റുമോ? ഇല്ല. മെഹ്റമാണോ? അല്ല. ഈ ഭർത്താവ് മരിച്ചാൽ അവന് കല്യാണം കഴിക്കാവളെ, അതാ ഇസ്ലാമിന്റെ നിയമം. ഒരാളുടെ ഭാര്യ അയാളുടെ അനിയന്റെ കൂടെ, ജ്യേഷ്ഠന്റെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല. ഒന്ന് ഇടക്കിടക്കല്ലേ, ഒന്ന് ബൈക്കിൽ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഇസ്ലാം വെച്ച നിയമമാണ്. ഇടക്കര വരെ പോകുമ്പോ ഇപ്പൊ എന്താ പ്രശ്നം? അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമത്തെ. അള്ളാഹ് വെച്ച നിയമ. നീ മരിച്ചാൽ നിന്റെ അനുജന് നിന്റെ ഭാര്യയെ കല്യാണം കഴിക്കാം.
നീ മരിച്ചാൽ നിന്റെ ജ്യേഷ്ഠന് നിന്റെ ഭാര്യയായി അദ്ദേഹത്തിന്റെ ഭാര്യയായി മുന്നോട്ട് കൊണ്ടുപോകാം വിവാഹം കഴിച്ച്. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റാത്ത പടച്ചവൻ നിശ്ചയിച്ച മെഹ്റമുകളുണ്ട്, അവരുടെ കൂടെയല്ലാതെ നീണ്ട യാത്രകൾ നടത്താൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്, അത് പെണ്ണിനെ അംഗീകരിച്ചതാണ്, അവരുടെ സുരക്ഷിതത്വത്തിനുള്ള മാർഗമൊരുക്കിയതാണ്, അവർക്ക് സംരക്ഷണത്തിനുള്ള മാർഗമൊരുക്കിയതാണ്. അവർ പള്ളിയിൽ വരുമ്പോൾ തന്നെ പ്രവാചകൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരു വയലിന്റെ സദസ്സിൽ വരുമ്പോ, പള്ളിയിൽ വരുമ്പോ സ്ത്രീകളുടെ ഇരിപ്പിടം എവിടെയാകണം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖൈറു സുഫൂഫിർ റിജാൽ അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ. പുരുഷന്മാർ ഏറ്റവും ആദ്യത്തെ സഫാണ്, അവർക്ക് ഏറ്റവും ഖൈറായ സഫ്. പുരുഷന്മാർ ഏറ്റവും മോശപ്പെട്ട സഫ്, അവർക്ക് ഏറ്റവും ബാക്കിലെ സഫ് തെരഞ്ഞെടുക്കലാണ്. ഈ പള്ളിയിൽ ഇങ്ങനെ വന്നു, ഇവിടെ ഒന്നാമത്തെ സഫ് ഉണ്ട്, ഒന്നാമത്തെ സഫ് എടുക്കേണ്ടത്. ആദ്യം വന്നിട്ട് ഏറ്റവും അവസാനത്തെ സഫിൽ പോയിരിക്കാൻ പാടില്ല. വന്നാ ഒന്നാമത്തെ സൊഫ്, അതും വലതു ഭാഗം കിട്ടുമെങ്കിൽ വലതു ഭാഗം, അങ്ങനെ ഇരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇങ്ങനെ മറയൊന്നുമില്ല, അങ്ങനെ നീണ്ട മണല് കിടക്കുന്ന പള്ളിയാണ്, ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ പള്ളിയാ. സ്ത്രീകൾക്ക് വേറെ റൂമൊന്നുമില്ല. അവരോട് പറഞ്ഞു, പുരുഷന്മാർ മുന്നിൽ, വീണ്ടും പുരുഷന്മാർ മുന്നിൽ, വീണ്ടും പുരുഷന്മാരുണ്ടെങ്കിൽ എന്റെ പിന്നിൽ, വീണ്ടും പുരുഷന്മാരുണ്ടെങ്കിൽ എന്റെ പിന്നിൽ. പിന്നെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ ഏറ്റവും ബാക്കിൽ, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടികൾ മുന്നിൽ, ഏറ്റവും യുവതികളായ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഏറ്റവും ബാക്ക് തസഫ് പിടിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞു പ്രവാചകൻ, എന്താ പറഞ്ഞത്? വഖൈറു സുഫൂഫിൻ നിസാ, സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സഫ് ആഖിറുഹാ, ഏറ്റവും അവസാനത്തെ സഫാണ്. വശർറുഹാ അവ്വലുഹാ, അവർക്ക് ഷർറായ സഫാണ് ഏറ്റവും ആദ്യത്തെ സഫ്. അപ്പൊ സ്ത്രീകൾ വന്നാ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇരുന്നു വരണം, ഏറ്റവും ബാക്കിൽ ആദ്യം ഇടം പിടിക്കണം. അതാണ് അവർക്ക് ഖൈറായ സഫ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഇതുപോലെ മറയൊന്നുമില്ല. അതാ പ്രവാചകൻ പറഞ്ഞത്, സുജൂദിന്ന് ഒരു പ്രാവശ്യം ക്ലാസ് എടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ക്ലാസ് എടുത്തത്? എല്ലാവർക്കും കുറെ വസ്ത്രമൊന്നുമില്ല, പിന്നെ ചുമല് മറച്ച് നിസ്കരിക്കണമെന്ന് നിർബന്ധമായി. ഒറ്റ തുണി മാത്രം എടുത്ത് നിസ്കരിക്കാൻ പാടില്ല, ചുമല് മറക്കണം, ഈ ചുമല് മറക്കണം. അപ്പോ സഹാബികൾ ഉള്ള തുണി, ഒറ്റ തുണിയേ ഉള്ളൂ, ചില ആളുകൾക്ക് രണ്ടാമതൊരു തുണി കൊണ്ടുവരാനില്ല. അവര് ഇതിങ്ങനെ ചുമലിലൂടെ കെട്ടി, എന്നിട്ട് അവര് നിസ്കരിക്കാൻ ഒരുങ്ങി. അപ്പൊ അവരുടെ തുണി മുട്ടിന്റെ നേരെ അടുത്ത് വരെ വന്നു. മുട്ടുവരെ മറക്കല് നിർബന്ധ, മുട്ടിന്റെ താഴെ കുറെ താഴോട്ടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പൊ റുക്കുവിലേക്ക് സുജൂദിലേക്കൊക്കെ പോകുമ്പോ കുറച്ചിങ്ങനെ പൊന്താൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അള്ളാന്റെ പ്രവാചകൻ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. ഇനി മുതൽ ജമാഅത്തിന് വരുന്നവർ, ഇതാ ഞാൻ അല്ലാഹു അക്ബർ എന്ന് സുജൂദിൽ നിന്ന് പറയുന്നത് കേട്ടാൽ നിങ്ങൾ സുജൂദിൽ കുറച്ച് സമയം തന്നെ നിൽക്കുക. സ്ത്രീകൾ പെട്ടെന്ന് ഉയരരുത്, പുരുഷന്മാർക്ക് ഉയരാനുള്ള സമയം കിട്ടട്ടെ. എന്നിട്ട് പോലും അവരോട് പള്ളിയിൽ വരണ്ടെന്ന് പറഞ്ഞില്ല. എന്നിട്ട് പോലും അവരോട് നിങ്ങൾ കുറച്ചു കാലം പള്ളിയിൽ വരരുത് എന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? പുരുഷന്മാർ ഉയർന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ നിങ്ങൾ സുജൂദിൽ കുറച്ച് സമയം കൂടി നിൽക്കണം. പതുക്കെ ഉയർന്നാൽ മതി, പെട്ടെന്ന് ഉയരരുത് എന്ന് പറഞ്ഞു കൊടുത്തു. കണ്ടോ? ഇതൊക്കെ അള്ളാഹുവിന്റെ മതാണ്, അള്ളാഹുവിന്റെ ദീനാണ്. അപ്പൊ അത് നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലി ഇംറഅത്തിൻ അൻ തുസാഫിറ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ മിൻഹാ. മെഹ്റമില്ലാതെ യാത്ര സ്ത്രീകളെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മര്യാദകളൊക്കെ എന്തിനാ പാലിക്കണത്? ഇപ്പൊ ഒരു ബസ്സെന്നൊരു പെൺകുട്ടിയെ കമ്പി വരെ അടിച്ച് താഴ്ത്തി കൊന്നുകളഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ദാരുണമായ സംഭവങ്ങളെ വായിക്കുമ്പോൾ വാർത്തയാണ്. ആ സ്ത്രീ എവിടേക്കായി യാത്ര ചെയ്യണത്? 12 മണിക്ക് ശേഷം രാത്രി, അതും മാന്യമായ വേഷമില്ലാതെ. ആ ചെയ്തവർ ക്രൂരന്മാരാണ്, വൃത്തികെട്ടവന്മാരാണ്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എല്ലാ പഴുതുകളും അടച്ചവർക്ക് ശിക്ഷ കിട്ടണം. പക്ഷെ അവരുടെ കുടുംബം ആലോചിക്കണം. എന്റെ മോളെ, പ്രായപൂർത്തിയെത്തിയൊരു മോളെ 12 മണിക്ക് ഞാൻ എങ്ങോട്ടാ അയച്ചത്? ഏത് വേഷത്തിലാ അയച്ചത്? ഏത് കോലത്തിലാ ഞാൻ പറഞ്ഞയക്കുന്നത്? കയ്യും പിടിച്ചു വരികയാണ്, വാപ്പാന്റെ കയ്യും പിടിച്ച് കുട്ടികൾ വരിക പള്ളിക്ക്. എപ്പോ? 3 വയസ്സില്, 4 വയസ്സില്, 5 വയസ്സില് വരണ്ടാന്നല്ല കുട്ടിക്ക് അറിഞ്ഞിട്ട് വരും. പിന്നെ കുട്ടിക്ക് 10 വയസ്സായി, പിന്നെ വിളിച്ചാ വരാൻ മടിയാ. SSLC ആയി, പിന്നെ ഓനെ കാണാനില്ല. എന്താ നമ്മളെ നാട്ടിലെ അവസ്ഥ? ചെറിയ കുട്ടികളാകുമ്പോ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പള്ളിയിലൊക്കെ വരിക, വലുതാകുമ്പോ പിന്നെ ഓലെ കാണാനില്ല, അല്ലേ? ചെറിയ കുട്ടികളാകുമ്പോ മുഖമക്കനെ 2-4 ഇടുകയാണ്.
പിന്നെ +2 എത്തി, ഇടാൻ മടിയായി. ഡിഗ്രി എത്തി, പിന്നെ വല്ല ഷാളായി. ബാപ്പ മിണ്ടണില്ല, ഉമ്മ മിണ്ടണില്ല. എന്നിട്ട് ഏതൊക്കെയോ ആളുകളുമായി അഫയറായി. അവസാനം ഈ ചെക്കനെ കുറിച്ച് അന്വേഷിക്കുമ്പോ അവൻ വൃത്തികെട്ടവനാണ്, കഞ്ചാവിന് അടിമപ്പെട്ടവനാണ്, മയക്കുമരുന്നിന് അടിമപ്പെട്ടവനാണ്. അപ്പോ കൗൺസിലിംഗ് തേടി നടക്കുക. അതുവരെ മിണ്ടൂല, ഈ വേഷം പാടില്ല എന്ന് വാപ്പ നിർബന്ധിക്കൂല, ഉമ്മ പറയില്ല. എന്നിട്ട് പിടുത്തം വിട്ടെന്ന് കാണുമ്പോ കൗൺസിലിംഗ് തേടി ഓടുകയാണ്. ഇതൊക്കെ ഇസ്ലാമിന്റെ കുറവാണ്. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമുക്ക് പറ്റുന്ന പിടവുകളാണ്. എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഷെറിൽ ചാടാനും വീടാനുമുള്ള സാധ്യതയുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പെൺകുട്ടികൾ പടച്ചോൻ തന്നൊരു ഭാഗ്യാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ധരിക്കുന്ന ഹദീസാ, മൻ കാനത് ലഹു ഉൻസ, ഒരാൾക്കൊരു പെൺകുട്ടി ഉണ്ടായി, വലം യഇദ്ഹാ വലം യുഹിൻഹാ വലം യുഅ്സിർ വലദഹു അലൈഹാ, സുബ്ഹാനല്ലാഹ്, അവളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയില്ല. അങ്ങനെ സമ്പ്രദായം ഉണ്ടായിരുന്നു അന്ന്. അതുകൊണ്ട് അത് പറയണത്. പെൺകുട്ടിയെന്നറിഞ്ഞാൽ കണ്ണ് മാറി, മുഖം മാറി, രോധാകുലനായി, രോഷാകുലനായി, ക്രോധാകുലനായി, ജീവനോടുകൂടി കുഴിച്ചു മൂടിയ കാലുണ്ടായിരുന്നു. എന്നാൽ ഒരാൾക്കൊരു പെൺകുട്ടിയെ കിട്ടി, ജീവനോടുകൂടി കുഴിച്ചു മൂടിയില്ല, അവൾ അപമാനിച്ചില്ല, ആൺകുട്ടികളെക്കാൾ ഇവൾക്കൊരു സ്ഥാനം കുറച്ചു കാണിച്ചില്ല, ഇവളെക്കാൾ പ്രാമുഖ്യം ആൺകുട്ടിക്ക് നൽകിയില്ല, വ്യത്യാസം കാട്ടിയില്ല. എന്നിട്ട് പ്രവാചകൻ പറയാ, അങ്ങനെ ഉദ്ദേശിക്കുന്നത് ആൺകുട്ടികളുമായി അവളെ താരതമ്യം ചെയ്തുകൊണ്ട് അവൾക്കൊരു പ്രാധാന്യം കുറക്കുകയോ പ്രാമുഖ്യം കുറക്കുകയോ ചെയ്തില്ലെങ്കിൽ അല്ലാഹു ആ രക്ഷിതാവിനെ പ്രവേശിപ്പിക്കും അൽ ജന്ന, സ്വർഗത്തിൽ. 2 പെൺകുട്ടികളെ കിട്ടിയാൽ സ്വർഗത്തിന് കാരണമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇസ്ലാം പെൺകുട്ടിക്ക് സ്ഥാനം കൊടുക്കുകയാണോ ചെയ്തത്, കുറക്കുകയാണോ ചെയ്തത്? 2 പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടിയാൽ നേരെ പഠിപ്പിച്ച്, നേരെ വിവാഹം കഴിച്ച്, അദബ് കൊടുത്ത്, നല്ല മാനേഴ്സ് പഠിപ്പിച്ച്, നല്ല കൾച്ചർ പഠിപ്പിച്ച് നിങ്ങൾ വളർത്തിയാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ ഈ ഇസ്ലാം പെൺകുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുകയാണോ ചെയ്തത്, അപ്രാധാന്യമായി കാണുകയാണോ ചെയ്തത്? വിഷയം പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇനി ഉമ്മാന്റെ സ്ഥാനം നോക്ക് നിങ്ങൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അഹഖു ബിഹസ്നി സഹാബതി, ഞാൻ ഏറ്റവും നല്ല ബാധ്യത, ഏറ്റവും വലിയ കടപ്പാട്, ഏറ്റവും വലിയ പുണ്യം ഞാൻ ആരോടാണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോട്. പിന്നെയും അന്നാള് ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാ? പ്രവാചകൻ പറഞ്ഞു, ഖാല ഉമ്മുക. ഇയാൾ ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാ? പ്രവാചകൻ പറഞ്ഞു, ഖാല ഉമ്മുക. 4ാമതും അയാൾ ചോദിച്ചു, ഖാല സുമ്മമൻ, ഖാല. പ്രവാചകൻ പറഞ്ഞു, സുമ്മ അബൂക, നിന്റെ വാപ്പയോട്. അപ്പൊ ഉമ്മാനെ പരിഗണിക്കുകയാണോ ചെയ്തത് മതം? ഒരു സ്ത്രീയെ പരിഗണിക്കുകയാണോ ചെയ്തത്? ഇകയറ്റുകയാണോ ചെയ്തത്? 4 വട്ടം ചോദിച്ചപ്പോഴും 3 വട്ടം ഉമ്മ 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 എന്ന പദം കൊണ്ട് ആവർത്തിച്ച് ഉമ്മയുടെ സ്ഥാനം ചോദ്യകർത്താവിന്റെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ബാധ്യത ഉമ്മ ചെയ്തിട്ടുണ്ട് നമ്മളോട്. 9 മാസം ഗർഭം ചുമക്കാറുണ്ട്, ചെറിയ കാര്യമൊന്നുമല്ല. എന്നിട്ട് ഉമ്മാനോട് തട്ടിക്കയറുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും, ഖുതുബ കേൾക്കുന്ന കൂട്ടത്തില് കേട്ടോ. പ്രായമാകുമ്പോ ഉമ്മാനെ ഇറക്കി വിടുന്നവരുണ്ടാവും. എന്തേ ഇങ്ങക്ക് മൂത്ത മോന്റെ അടുത്ത് നിന്നാൽ, എന്താ ഇങ്ങക്ക് 2ാമത്തെ മോന്റെ അടുത്ത് നിന്നാൽ? ഉമ്മാനെ നമ്മളടുത്ത് കിട്ടിയാൽ കിട്ടിയത് ഒരു നിധിയാണെന്ന് വിചാരിച്ച് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചോളൂ, ചേർത്ത് പിടിച്ചോളൂ. നിങ്ങളെ സ്വർഗമാണത്, തട്ടിക്കളിക്കാനുള്ളതല്ല, തട്ടിക്കളിക്കാനുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും തട്ടിക്കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജുമുഅ കഴിഞ്ഞിട്ട് ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മന്റെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് പരലോകത്തിലേക്ക് ബാക്കിയാകാതെ ഉമ്മയോട് മാപ്പ് ചോദിച്ച് ലോകത്തിന്റെ റബ്ബിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ബാക്കി കിടക്കോടെ പരലോകത്ത്. ഉമ്മാരാന്ന് മനസ്സിലായിട്ടില്ല. ഉമ്മാനോടും വല്യമ്മാനോടും വീട്ടിലെ മുതിർന്നവരോടൊക്കെ അപമര്യാദയായി പെരുമാറുന്നവർ ഉണ്ട്. അങ്ങനെയൊക്കെ ലോകത്തുണ്ട്, അങ്ങനെയൊക്കെ ലോകത്തുണ്ട്. മനസ്സിലായില്ലേ? ജീവിച്ചിരിക്കുമ്പോ തന്നെ ഉള്ള സ്വത്തൊക്കെ മക്കള് പിന്നെ എന്റെ ശേഷം പ്രശ്നം ഉണ്ടാവരുത് എനിക്ക് ഓരിച്ചു കൊടുത്തിട്ട് അവസാനം ഉമ്മാക്ക് ചെറിയൊരു ഓഹരി വെച്ച് ആ ഓഹരി എനിക്ക് തന്നാൽ എനിക്കിട്ടോ എന്ന നിലക്ക് ഹോസ്പിറ്റലിൽ ബെഡിൽ കിടത്തിയിട്ട് ചർച്ച ചെയ്യുന്ന മക്കളുണ്ട് ലോകത്ത്. നാളെ റബ്ബിന്റെ കോടതിയിൽ കിട്ടുകിട്ടാ വറക്കുന്ന കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഇത് തമാശ കളിയല്ല.
ആരാണ് നമ്മുടെ ഉമ്മ എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.